ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 15,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 10,000 രൂപയുടെയും 15,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ പോക്കോ M6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേന് വരുന്നുണ്ട്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് പോക്കോ ബ്രാൻഡിങ്ങിൽ വലിയൊരു വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ഫീച്ചേഴ്സുമായിട്ട് Redmi 12 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ ആ ഫോണിൻ്റെ വില 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തുന്നുണ്ട്. പിന്നെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോറോളയുടെ Moto G34 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സറാണ്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Infinix Note 12 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കുറച്ച് പഴയ ഫോണാണ്. അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഈ ഒരു ഫോണിൽ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. MediaTek Dimensity 810 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ ഒരു 5G ഫോണാണ് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ Realme Narzo 60X 5G അല്ല എന്നുണ്ടെങ്കിൽ Realme C67 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ Narzo 60X 5G എന്ന സ്മാർട്ട് ഫോൺ 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. Realme C67 5G എന്ന സ്മാർട്ട് ഫോൺ 11,400 രൂപ പ്രൈസ് റേഞ്ചിലും ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് Realme 12X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ഫീച്ചേഴ്സാണ്, പക്ഷേ എക്സ്ട്രാ ആയിട്ട് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് അതിൽ വരുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് 1000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പം ആ ഒരു ഫീച്ചർ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme 12X 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു 5G എന്നുള്ളതൊന്നും ആയിരിക്കില്ല ഇമ്പോർട്ടൻറ്റ്, നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 4G ഫോണിൻ്റെ കാര്യത്തിൽ Realme Note 12 എന്ന സ്മാർട്ട് ഫോൺ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെ ലഭിക്കുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് 11,000 12,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് സാംസങ് F14 5G അല്ലാന്നുണ്ടെങ്കിൽ M14 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണുകളിൽ Exynosൻ്റെ 1330 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+2 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം F14 എന്നുള്ള സ്മാർട്ട് ഫോൺ 11,200 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. M14 എന്നുള്ള സ്മാർട്ട് ഫോൺ വില കുറച്ചും കൂടി കൂടുതലാണ്. 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ A14 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നത്. പക്ഷേ 5000 mAh ബാറ്ററി അതിൽ വരുന്നുള്ളൂ. വിലയാണെങ്കിൽ 13,500 രൂപ പ്രൈസ് റേഞ്ചിലും എത്തുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F15 5G എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടിൻ്റെ കൂടെ AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്.
അപ്പം ഈ ഫീച്ചേഴ്സൊക്കെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് തന്നെ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. അപ്പം എക്സിനോസിൻ്റെ പ്രോസസ്സർ അല്ല ഇതിൽ വരുന്നത്. 50+5+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് വിവോയുടെ അല്ലെങ്കിൽ ഐക്യൂടെ ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഐക്യു Z6 Lite 5G അല്ലാന്നുണ്ടെങ്കിൽ വിവോ T2X 5G എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഫോണുകളിലും 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഐക്യൂവിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സറും വിവോയിൽ MediaTek Dimensity 6020 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. ഐക്യൂടെ അല്ലെങ്കിൽ വിവോയുടെ ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഫോണുകൾ നോക്കാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡിൽ വരുന്ന ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ സ്റ്റോം 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G54 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7020 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫീച്ചേഴ്സ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ Realme Narzo 60 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 5G സപ്പോർട്ടിൻ്റെ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. Realme Narzo 60ൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6020 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 64+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ ഐക്യു Z7S 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും AMOLED ഡിസ്പ്ലേയും 5G സപ്പോർട്ടും ഒരുമിച്ച് വരുന്നുണ്ട്. 6.38 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല, അത് ശ്രദ്ധിക്കണം. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 6 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 64+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം 15,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു ഫോൺ എടുക്കുമ്പോൾ ഏത് ഫോൺ എടുക്കും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഞാൻ Realme Narzo 60X 5G എന്ന സ്മാർട്ട് ഫോൺ എടുത്തേക്കാം. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടോ G54 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും എടുക്കുക. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാംസങ് F15 5G എന്ന സ്മാർട്ട് ഫോണും എടുത്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.